എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നലെ നാം കർത്താവായ യേശുക്രിസ്തു വഴിയും ജീവനും സത്യവും ആകുന്നു, അവനിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ സാധ്യമല്ല എന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് യേശുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കാം. റോമാലേഖനം 5:8. ക്രിസ്തുവ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യഹൂദരും വിജാതീയരുമായ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പ്രധാന വിഷയങ്ങളായി ഈ അധ്യായം ഊന്നിപ്പറയുന്നു. അവൻ മനുഷ്യൻ്റെ ബലഹീനതയെയും പാപത്തെയും ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ അവിശ്വസനീയമായ സ്നേഹത്തെയും താരതമ്യം ചെയ്യുകയാണ്. ദൈവസ്നേഹം തികച്ചും അസാധാരണവും പാരത്രികവുമാണ്. ഇത്തരം സ്നേഹം നമ്മെ ആഹ്വാനം ചെയ്യേണ്ടതിന് ഒരു നന്മയും നമ്മിലില്ലായിരുന്നു. ദൈവസ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. അത് നിരുപാധികവും സജീവവുമാണ്. നമ്മൾ നീതിയുള്ളവരാകാൻ ദൈവം കാത്തിരുന്നില്ല എന്നത് ഇവിടെ എടുത്തു കാണിക്കുന്നു. മറിച്ച് നാം പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ സ്നേഹം പ്രകടമാക്കി. അതായത്, പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രിയപുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചതിനാൽ നമ്മോടുള്ള അവിടുത്തെ ആശ്ചര്യകരമായ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗം പ്രായശ്ചിത്തത്തിലെ പ്രാധാന്യ ക്രിസ്ത്യൻ വിശ്വാസത്തെ അടിവരയിടുന്നു. ദൈവകൃപയുടെ ആഴം വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ മരണം നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികളുടെ പ്രയോജനത്തിനായിരുന്നുവെന്ന് അത് ഉറപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവപ്രീതി നേടാനുള്ള മനുഷ്യരാശിയുടെ കഴിവില്ലായ്മ വെളിപ്പെടുത്തുന്നു. അത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും വീണ്ടെടുപ്പിൻ്റെ ആവശ്യകതയെയും സൂചിപ്പിക്കുന്നു. ദൈവത്തെ സമീപിക്കുന്നതിന് മുമ്പ് നാം ജീവിതം എന്നുള്ള ആശയത്തെ ഇത് വിപരീതമാക്കുന്നു. ദൈവം പാപിയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് ചിത്രീകരിക്കുന്നു. നമ്മുടെ മൂല്യം നമ്മുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നും നമ്മുടെ കുറവുകൾക്കിടയിലും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമ്മുടെ ഐഡൻറ്റിറ്റി അംഗീകരിക്കണമെന്നും നമ്മൾ തന്നെ മനസ്സിലാക്കണം. കരുണയുടെയും ക്ഷമയുടെയും പ്രവർത്തനങ്ങളിലൂടെ യേശുവിൻ്റെ അതേ സ്നേഹവും കൃപയും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് സ്നേഹത്തിൽ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ത്യാഗം ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയും ഉറപ്പും നൽകുന്നതാണെന്ന് ഈ വാക്യം എടുത്തു കാണിക്കുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴമേറിയ പ്രതിഫലനം, അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.